ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ ഇന്നത്തെ ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 9:45. എനിക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് നോക്കാനോ അനലൈസ് ചെയ്യാനോ സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് അപ്പായിരുന്നു. ഗ്യാപ്പ് അപ്പ് ചെയ്യുന്ന നമ്മൾ ഇന്നലെ വരച്ച് വെച്ചിരുന്ന റെസിസ്റ്റൻസ് ലെവലിൽ പോയി ടച്ച് ചെയ്തിട്ട് താഴോട്ട് തന്നെ വന്നു. വീണ്ടും മേളിലേക്ക് പോയി. വീണ്ടും അവിടെ നിന്ന് തന്നെ താഴേക്ക് പോന്നിട്ടുണ്ട്. ആ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് താഴേക്ക് പോന്നിട്ടുണ്ട്. അത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് തന്നെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നേരെ താഴേക്ക് വീണ്ടും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു പോയിന്റിൽ മിക്കവാറും ഈ ഒരു പോയിന്റിൽ വന്ന് ടച്ച് ചെയ്യും. അതായത് ഈ ഒരു പോയിന്റിൽ EMA 200 EMA ഈ വളഞ്ഞു വന്നിരിക്കുന്ന ഈ ലൈൻ 200 EMAയിൽ ടച്ച് ചെയ്തിട്ട് താഴേക്ക് പോരുമോ ഇല്ലെങ്കിൽ മേളിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇവിടെയൊക്കെ ഈ EMA ലൈൻ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് മേളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോരുമോ ഇല്ലെങ്കിൽ മേളിലേക്ക് പോകുമോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിന് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ കയറി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ EMAയിൽ പോയി തട്ടിയിട്ട് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആവും. അതേപോലെ തന്നെ ഇത് ക്രോസ് ചെയ്തിട്ട് നേരെ താഴെ ഇവിടം വരെ ഈ 54 വന്നിട്ട് റീബൗണ്ട് ചെയ്യണ്ടോയെന്ന് നോക്കണം. അതല്ലാതെ അങ്ങനെ എടുക്കൽ റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും അതൊരു കൺഫർമേഷൻ കിട്ടാതെ ആ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥയും ഏകദേശം സെയിം തന്നെ. പക്ഷേ അത് ബ്രേക്ക് ഔട്ട് പോയിന്റിലായിരുന്നു. ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയതാണ്. പിന്നെ ഇവിടെ മിക്കവാറും ഇവിടെ നിന്ന് താഴേക്ക് തന്നെ വരാനാണ് സാധ്യത. ഈ ഒരു ലെവൽ വരെ വന്നിട്ട് ചിലപ്പോൾ ഈ ഒരു 200 EMA കൂടെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് റിവേഴ്സ് അപ്പ് സൈഡ് പോവുമായിരിക്കും. എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. നിഫ്റ്റി 50ലാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. നല്ല വോളറ്റിലിറ്റി ഉണ്ടാവും, പ്രീമിയം DK ഉണ്ടാവും. നമുക്ക് നോക്കാം. ഓപ്ഷൻ ചെയിൻ ഒന്ന് എടുത്ത് നോക്കാത്ത അവസ്ഥയിൽ പ്രീമിയം കുറഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. 24,500 റെസിസ്റ്റൻസ് ഉണ്ട്. അതെവിടെയാണെന്ന് നോക്കാം. ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ 24,500 ഇവിടെ നല്ല റെസിസ്റ്റൻസ് ആണെന്നുണ്ട്. മാക്സിമം ഇത് ഇവിടെ വരെ പോകത്തുള്ളൂ. പിന്നെ റെസിസ്റ്റൻസ് പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ സപ്പോർട്ട് അധികം കാണുന്നില്ല. അപ്പോൾ ഇത് താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇവിടെ ഇത്രയധികം റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. 24,500, 24,550, 600, 700, 800 നല്ല റെസിസ്റ്റൻസ് ആണ്. താഴേക്ക് പോകുമ്പോൾ സപ്പോർട്ട് കുറവാണ്. റെസിസ്റ്റൻസും കുറവാണ്. പക്ഷേ ഇത്രയും ഫോഴ്സ് ഈ ഒരു മൊമെൻറ്റം മേളിൽ നിന്ന് ഈ മൊമെൻറ്റം വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് താഴേക്ക്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയൊക്കെ ഇനി മേജർ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 24,300, 24,200, പിന്നെ 24,100 പിന്നെ 24,000. അപ്പോൾ അവിടെയൊക്കെയാണ് മേജർ സപ്പോർട്ട് ഏരിയ ഉള്ളത്. ഇപ്പോൾ 24,400 ജസ്റ്റ് എത്തുന്നേ ഉള്ളൂ. 24,400 എന്തായാലും അത്ര അധികം സപ്പോർട്ടില്ല. അത് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത താഴേക്ക് തന്നെ. അതോ ഇനി ഇവിടെ നിന്ന് റീബൗണ്ട് ചെയ്യണോ നോക്കാം. ഈ EMA ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീബൗണ്ട് കിട്ടുകയാണെങ്കിൽ റിവേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മളൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. EMAയിൽ ടച്ച് ചെയ്തിട്ട് അപ്വേർഡ് മൂവ്മെൻറ്റിലേക്ക് ഒരു കോള് ബൈ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് 24,650 ഈ ഒരു സംഭവം ബൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനത് ബൈ ചെയ്യാണ്. 25 ക്വാണ്ടിറ്റി. എന്നിട്ട് ഞാൻ അതിലൊരു എനിക്കതിനകത്തൊരു സ്റ്റോപ്പ് ലോസ് കൂടി വെക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ട് ആഡ് സ്റ്റോപ്പ് ലോസ് ഒരു 200 പോയിൻറ്റ്സ്, 200 റുപ്പീസ് മൈനസ് 8 റുപ്പീസ്. 8 റുപ്പീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് 45 രൂപ 85 പൈസക്കാണ്. അപ്പോൾ അതിൽ നിന്നൊരു 8 റുപ്പീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 37 രൂപ മൈനസ് ചെയ്തിട്ട് ആഡ് സ്റ്റോപ്പ് ലോസ് 37 ഞാൻ എടുത്തേക്കുന്നത് 45 അതിൽ നിന്നൊരു 8 റുപ്പീസ് മൈനസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ 37 സംതിങ് വരും. ഒരു 37 രൂപ വയ്ക്കാം.
37 രൂപ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി പോയാലൊരു 200 സംതിങ് എനിക്ക് പോകത്തുള്ളൂ. ഇന്ന് എസ്പെഷ്യലി ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര വോളറ്റൈലായിരിക്കും ഈ എക്സ്പയറി ഡേ ഒക്കെ. പ്രൈസൊക്കെ പെട്ടെന്ന് ഡീക്കേ അടിക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ ആക്റ്റീവായിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസിൻ്റെ സ്പോട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ്. നമുക്ക് ഏകദേശം ഈ ഒരു പോയിൻ്റൊക്കെ വരെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം. ഇന്ന് ചെറിയൊരു ടാർഗറ്റ് വെക്കണുള്ളൂ. ഈ ഒരു പോയിൻ്റൊക്കെ വരികയാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ നമ്മൾ 8 രൂപയല്ല വെച്ചത്, 8 ഇരട്ട് 16 രൂപ അപ്വേർഡ്സ്. ഇപ്പോൾ 45 + 16 പറയുമ്പോൾ ഏകദേശം ഒരു 60-61 റുപ്പീസ് അവിടെ വരെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റ് ചെയ്തു. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് പ്രതീക്ഷിക്കാം. പിന്നെ ഇത് താഴേക്ക് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു സപ്പോർട്ട് പോയിൻ്റ് എത്തട്ടെ, എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ട്രേഡും കൂടി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലെ ലോസ് ആയിരുന്നില്ലേ, ഇന്നും ലോസ്. നമുക്ക് എന്തായാലും ഒരു റിവേഴ്സ് ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സപ്പോർട്ട് പോയിന്റിൽ എത്തിയിട്ട് അങ്ങനെ അപ്പ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എടുക്കാം. 200 EMIയിൽ തന്നെ തട്ടി കുറച്ച് നേരം നിന്നു. 200 EMIയിൽ കുറേ നേരം നിന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഡൗൺ വന്ന് പിന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ലോ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇത് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയാണോ അതറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത ഒരു ട്രേഡും കൂടി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇതൊരു റീട്രേസ്മെൻറ്റ് ട്രേഡായിട്ട് ഇവിടെ നിന്ന് താഴെ വന്നിട്ട് വീണ്ടും താഴേക്ക് പോകുമോ അതോ ഇനി മേളിലേക്കാണോ, ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഒരു ട്രേഡും കൂടി എടുക്കാനുള്ളൊരു കറക്റ്റ് എൻട്രി അല്ലെങ്കിൽ ഇനി അതും സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ കറക്റ്റ് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രണ്ടാമതൊരു ട്രേഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പ്രോഫിറ്റിലാണ്. നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന ലോസ് കവർ ചെയ്തിട്ട് പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ട്. നോക്കാതെ അവിടെ വരെ പോകുന്നു. പിന്നെ നിഫ്റ്റിയുടെ സെറ്റപ്പ് ഇതാണ്. ഇനി ഈ 200 EMIയിൽ തട്ടി താഴെ പോരോ അറിയില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ആവാം. അപ്പോൾ നമുക്ക് ആ ലോസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും വാച്ച് ചെയ്യാം. ഞാൻ എന്തായാലും ഒരു 200 റുപ്പീസിൻ്റെ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ പോയാലും എനിക്ക് അത്രേ പോവുള്ളൂ. അപ്പോൾ 200 + 200 400 റുപ്പീസാണ് ഇന്ന് ലോസ് വരുള്ളൂ. എന്തായാലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, ലോസ് ആണെങ്കിൽ ലോസ്. ലെറ്റ്സ് സീ. നമ്മുടെ ട്രേഡ് എടുത്തത് ഇപ്പോൾ പ്രോഫിറ്റിലാണ്. ഞാനപ്പോൾ എന്തായാലും ട്രെയിലിംഗ് SL നിർത്താൻ ഉദ്ദേശമാണ്. ഇനിയിപ്പോൾ ട്രെയിലിംഗ് SL പോകണില്ല. എന്തായാലും ഡയറക്റ്റ് എക്സിറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ്. ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളുടെ ആ ഒരു പൊസിഷനും കൂടി എക്സിറ്റ് ആവും. ഇവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. അത് ചിലപ്പോൾ അപ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പിന്നെ ഇന്നിപ്പോൾ ട്രേഡ് നിർത്താണ്. കുറച്ച് ജോലിയുടെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ട്രേഡായിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ട്രേഡിംഗ് സെഷനിൽ കാണാം. ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് വന്നിട്ട് ഇനി മേളിലേക്ക് പോകുമോ താഴേക്ക് വരുമോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ താഴേക്ക് തന്നെ വരും. ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ, അപ്പോൾ എന്ത് സംഭവിക്കാം. എന്തായാലും നമുക്ക് നോക്കാം, അനാലിസിസൊക്കെ നടത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്രോഫിറ്റിലാണ്. ട്രേഡിംഗ് ടൈം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇപ്പോഴാണ് ടെർമിനലെടുത്ത് നോക്കണത്. അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ പോയിട്ടുണ്ട് ഇന്ന്. 800 സംതിങ്ങോളം 24,859 വരെ പോയി. ഞാൻ പൊസിഷൻ എടുത്തിട്ട് എക്സിറ്റ് ആയത് ഇവിടെയാണ്. ഈ ഒരു ഭാഗത്ത് എക്സിറ്റ് ആയതാണ്. പിന്നെ എത്ര പോയി നോക്കിയേ. വാവ്, ഈ ഒരു ഹൈറ്റ് ഞാൻ അവിടെ വരെ ഞാൻ പിടിച്ചിരുന്നെങ്കിണ്ടല്ലോ അടിപൊളിയായിട്ട് എനിക്ക് 3 ഇരട്ടി കിട്ടിയാനാ. 300+ % എനിക്ക് ഇത്രയും കിട്ടിയാനാ. ഇവിടം വരെ നിന്നപ്പോൾ തന്നെ എനിക്ക് ഏകദേശം 100% കിട്ടി പ്രോഫിറ്റ്. പിന്നെ അതും കൂടി നിന്നിരുന്നെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഇവിടെ വെച്ചിട്ട് പിന്നെ റിസ്ക് ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ മാർക്കറ്റ് നല്ല മാർക്കറ്റായിരുന്നു. ഇന്ന് എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റി. ഇന്ന് അപ്പ് സൈഡ് ട്രേഡ് ചെയ്തവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഡൗൺ സൈഡ് ട്രേഡ് ചെയ്തവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി. വീണ്ടും അപ്പ് സൈഡ് കൊടുത്തിട്ടുണ്ട്.
കൊള്ളാം. ഇന്നത്തെ മാർക്കറ്റ് നല്ല അടിപൊളി മാർക്കറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. ബൈ.